1996, God told me, don't leave the country. 1996 രാജ്യത്ത് പ്രവർത്തിക്കാൻ വിടാതിരിക്കാൻ. I did not get my passport done till year 96. 1996 വരെ പാസ്പോർട്ട് എടുത്തിരുന്നില്ല. At 96 and God told, now you can go out of the country. 1996 ദൈവം എന്നോട് സംസാരിച്ചു, നിനക്ക് രാജ്യം വിട്ടു പോകാം. So 96 to 2005. 1996 മുതൽ 2005 വരെ. That's almost 8 years, 8.5 years. ഏതാണ്ട് 8-9 വർഷങ്ങൾക്കുള്ളിൽ I have been to 24 nations to preach the gospel of Jesus Christ. 24 രാജ്യങ്ങളിൽ ദൈവവചനം ശുശ്രൂഷിക്കാനായി. Every country, I'm telling you, every country we have gone, God showed His power in those places. ഓരോ രാജ്യത്ത് ഞാൻ പോയ ഇടങ്ങളിലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തി. We had an exhibition of God's power in Moscow. മോസ്കോയിലെ ദൈവശക്തി വെളിപ്പെടുത്തി. We had an exhibition of God's power in Paris. പാരീസിലെ ദൈവശക്തി വെളിപ്പെടുത്തി. We had an exhibition of God's power in Germany. ജർമ്മനിയിലെ ദൈവം പ്രവർത്തിച്ചു. We had an exhibition of God's power in Switzerland. സ്വിറ്റ്സർലൻഡിലെ ദൈവം പ്രവർത്തിച്ചു. You name the country, every country we have gone, God showed His power. ഞാൻ ഏതെല്ലാം രാജ്യത്ത് പോയോ രാജ്യത്തിന്റെ പേര് നിങ്ങൾ പറ, അവിടെ എല്ലാം ദൈവം പ്രവർത്തിച്ചു. So one question everybody, when I go, many people ask me. ഞാൻ പോകുന്ന ഇടത്തെല്ലാം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. What is the secret that God uses some people? ദൈവം എന്തുകൊണ്ടാണ് ചിലരെ ഉപയോഗിക്കുന്നത്? രഹസ്യം പറയാമോ? According to me, in the kingdom of God there are no secrets. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തിലെ രഹസ്യമില്ല. But there are certain keys in the kingdom of God. എന്നാൽ ദൈവരാജ്യത്തിൽ ചില താക്കോലുകളുണ്ട്. When we understand the keys, the locks will open up and God will start using us. ദൈവത്തിന്റെ രാജ്യത്തിൽ ഉണ്ടായിരിക്കുന്ന താക്കോലുകൾ ഉപയോഗിക്കുവാൻ നിങ്ങൾ പഠിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. We got to know which key to use or which lock to open up. നിങ്ങൾക്ക് ഏത് താക്കോൽ ഉപയോഗിച്ചാണ് ഏത് വാതിലാണ് തുറക്കേണ്ടത് എന്നറിയണം. So this evening I want to share with you one key that I use in my life that really made a difference in my life. ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ ശുശ്രൂഷയിൽ ഉപയോഗിച്ചതായിരിക്കുന്ന ഒറ്റ താക്കോൽ അതിനെ കുറിച്ച് പ്രതിപാദിക്കും. This key is a character we require. ഇന്ന് രാത്രികാലം ഞാൻ പ്രതിപാദിക്കുന്നതായിരിക്കുന്ന താക്കോല് ക്യാരക്ടറാണ്, സ്വഭാവമാണ്. It is a character we require, which can be the key that unlocks so many things in the kingdom of God in our life. നിങ്ങളുടെ ജീവിതത്തിൽ അനേക ഏരിയകളിൽ തുറക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു താക്കോലാണിത്. Without this one key, ഈ ഒരു താക്കോലില്ലാതെ we cannot achieve anything in our lives. നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. You need this key if you want to be successful in your business. നിങ്ങളുടെ ബിസിനസിന്റെ വിജയത്തിന് ഇത് ആവശ്യമാണ്. If you need this key if you want to be successful in your ministry. നിങ്ങളുടെ ശുശ്രൂഷയുടെ വിജയത്തിന് ഇത് ആവശ്യമാണ്. You need this key if you want to be successful in your education. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വിജയത്തിന് ഇത് ആവശ്യമാണ്. Without this one character, which is without this key, you cannot achieve anything in your life. ഈ പ്രത്യേകമായിരിക്കുന്ന താക്കോലില്ലാതെ ജീവിതത്തിൽ ഒറ്റ കാര്യം നേടാൻ കഴിയില്ല. And that's a simple key I want to share for just 2-3 minutes with you. 2-3 നിമിഷങ്ങൾക്കുള്ളിൽ വളരെ ലളിതമായിരിക്കുന്ന നിലയിൽ ഈ താക്കോലിനെ കുറിച്ച് പറയാൻ The Bible says വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, that God used Moses to bring Israel out of Egypt. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശയോട് ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം അരുളി ചെയ്തു. 40 years they roamed in the wilderness. അവന് ആ മരുഭൂമിയിലേക്ക് പോയി ആയിരുന്നു. Amazing miracles happened in the 40 years. 40 വർഷത്തിനുള്ളിൽ അവന് മരുഭൂമിയിലായിരുന്നപ്പോൾ അത്ഭുതങ്ങൾ നടന്നു. Then a time came where God told Moses, your journey is over on the earth. എന്നാൽ ഒരു പ്രത്യേകമായിരിക്കുന്ന സമയമായപ്പോൾ നിന്റെ ഈ 40 വർഷത്തെ യാത്ര അവസാനിച്ചു എന്ന് ദൈവം കൽപ്പിച്ചു. God said to Moses, you have to come home. നീ മടങ്ങി വീട്ടിലേക്ക് വരണം. And God said, you're going to die. നീ മരിക്കാൻ പോകുകയാണ്. God said, Moses, you can see the promised land, you cannot enter the promised land. നിനക്ക് വാഗ്ദത്ത ദേശം കാണാം, നീ അതിനകത്ത് പ്രവേശിക്കില്ല. So God said, you can't lead them into the promised land. നീ ആ വാഗ്ദത്ത ദേശത്തെ ചവിട്ടുകയില്ല. You cannot lead them into the promised land. നടത്താൻ കഴിയില്ല. And he said, in your place, എന്നാൽ നിന്റെ സ്ഥാനത്ത് Joshua is going to lead them. ഞാൻ യോശുവയെ എഴുന്നേൽപ്പിച്ച ജനത്തെ നടത്തും. So God told Moses, മോശയോട് ദൈവം കൽപ്പിച്ചു, lay hands upon Joshua നീ യോശുവയെ അനുഗ്രഹിക്കണം. and commission him to lead the group. ഈ ജനത്തെ നയിക്കാനായിട്ട് നീ അവനെ ചുമതലപ്പെടുത്തണം. And Moses died.
മോശ മരിച്ചു. Now Joshua took over the leadership. യോശുവ ഇപ്പോൾ നേതാവായി. Joshua should be nearly at least 60-70-year-old man when he took over the leadership. 10-60-70 വയസ്സുള്ളായിരിക്കുന്ന യോശുവ നേതൃത്വം ഏറ്റെടുക്കുകയാണ്. Joshua was not a young man. യോശുവ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനല്ല. Because he and Caleb were partners together. യോശുവയും കാലേബും അവരെ പാർട്ട്നേഴ്സാണ്. Caleb was 80-year-old man. കാലേബിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, 80 വയസ്സുണ്ട്. And Joshua rode 40 years in the wilderness. യോശുവയെ കുറിച്ച് നാം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 40 വർഷം മരുഭൂമിയിലാണ്. So he should be at least 60-70-year-old man. അതുകൊണ്ട് കണക്ക് കൂട്ടി വരുമ്പോൾ 67 വയസ്സെങ്കിലും കാണും. At that age he took over the leadership. ആ സമയത്താണ് നേതൃത്വത്തിലേക്ക് വിളിക്കുന്നത്. And Moses died. മോശ മരിച്ചു. Joshua became the leader. യോശുവ ഇസ്രായേലിന്റെ നേതാവായി. Joshua inherited a congregation from Moses. മോശ നടത്തിയതായിരിക്കുന്ന ഒരു ജനതയാണ് യോശുവയ്ക്ക് അവകാശമായിട്ട് നടത്താൻ ലഭിച്ചത്. He took over a congregation from Moses. മോശയിൽ നിന്ന് ഒരു ജനത്തെ യോശുവ ഏറ്റെടുത്തു. A beautiful, wonderful congregation. ഒരു മനോഹരമായിരിക്കുന്ന അത്ഭുതമായിരിക്കുന്ന ജനക്കൂട്ടം. 1 million stubborn, stiff-necked fellows. ഏകദേശം 10 ലക്ഷം വരുന്നതായിരിക്കുന്ന വളരെ ദുശാഠ്യമുള്ളവർ. What is the verse? ദുശാഠ്യം. Yeah. 1 million Dushatyam people congregation. 1 million ദുശാഠ്യമുള്ള. Imagine if pastors have 1 million Dushatyam congregation, their life is over. ഒരു പാസ്റ്റർക്ക് ഇത്രയും ആളുകളെ ഭരിക്കാനായിട്ട് സഭയിൽ കിട്ടിയാൽ ആ മനുഷ്യൻ ആ പാസ്റ്ററുടെ ജീവിതം കഴിഞ്ഞു. He did not take over a beautiful submissive church. ഞാൻ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ വളരെ വിനയമുള്ളതായിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ അല്ല യോശുവയ്ക്ക് ലഭിച്ചു. He took over a stubborn church. വളരെ ദുശാഠ്യവും മത്സരമുള്ളതായിരിക്കുന്ന ഒരു ജനം. I tell you, if you have seen a Jewish man, you will know how stubborn they are. നിങ്ങൾ ഒരു യഹൂദനെ പഠിച്ചാൽ അവർ വളരെ ഇത്തരത്തിലുള്ള ആളുകളാണ്. It's so hard to deal with them. അവരെ ഈ യഹൂദന്മാരുമായിട്ട് നമുക്ക് ഇടപെടാൻ വളരെ പ്രയാസമാണ്. Joshua took over 1 million of them. അങ്ങനെയുള്ളതായിരിക്കുന്ന 10 ലക്ഷം യഹൂദന്മാരെ ഏറ്റെടുത്തു. Joshua was looking at them. യോശുവ അവരെ നോക്കുന്നു. He said, how can I lead this congregation? അവരെ നോക്കിക്കൊണ്ട് യോശുവ സ്വയം ചോദിക്കുകയാണ്, ഇവരെ എങ്ങനെ നടത്തും? He was thinking, my master Moses could not lead them. മോശയ്ക്ക് അവരെ നടത്താൻ കഴിഞ്ഞില്ല. Because of these fellows, Moses did not enter the promised land. ഈ ജനക്കൂട്ടം മുഖാന്തരമാണ് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ വാഗ്ദത്ത ദേശത്ത് പോലും പ്രവേശിക്കാതിരുന്നത്. Because of congregation, pastor lost the salvation here. പാസ്റ്ററുടെ രക്ഷ തന്നെ ഈ ജനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. One because of them, God said, because you did this, you can't go into the promised land. ഇത് ചെയ്തതുകൊണ്ട്, ഇവരിത് ചെയ്തതുകൊണ്ട് നീ പ്രവേശിക്കില്ല. Moses, Joshua looking at them. ഇവരെ നോക്കിക്കൊണ്ട് യോശുവ അവരെ നോക്കുക. My master could not do it. എന്റെ യജമാനന് കഴിഞ്ഞില്ല. How can I do it? എനിക്ക് എങ്ങനെ കഴിയും? A man who walked with God, ദൈവത്തോട് കൂടെ നടന്നു വരുമ്പോൾ, a man who spoke to God face to face, ദൈവത്തോട് അഭിമുഖമായിട്ട് സംസാരിച്ചവരും, he could not do the job. ഈ ജോലി നിർവഹിക്കാൻ അവന് കഴിഞ്ഞില്ല. How can I do the job? എങ്ങനെയാ എനിക്ക് കഴിയുന്നത്? You know, it's difficult to, it's easy to take a place of a failure. ഒരു പരാജയപ്പെട്ടതായിരിക്കുന്ന ഇടത്തു നിന്ന് അല്ലെങ്കിൽ ആളുകളെ നയിക്കാൻ എളുപ്പമാണ്. It is so difficult to take a successful man. എന്നാൽ ജയിച്ചെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ നടത്താനാ പ്രയാസം. Imagine Joshua saw Moses, now he is taking Moses' place. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, യോശുവയുടെ സ്ഥാനമാണ് മോശയുടെ സ്ഥാനം യോശുവ എടുക്കുകയാണ്. You know, people of Israel saw the miracles Moses did. മോശ ചെയ്തതായിരിക്കുന്ന ഈ അത്ഭുതങ്ങൾ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതായിരിക്കുന്ന ജനമാണ്. Now Joshua is saying, now I am the leader. അപ്പൊ യോശുവ അവരെ നോക്കിക്കൊണ്ട് പറയും, ഞാൻ അവന്റെ നേതാവ്. പോടാ, Moses we saw miracles, നീ ആരടാ രേ, പോടാ. ഈ ജനം നമ്മുടെ മലയാളികൾ പറയുന്ന പോലെ നീ ആരാടാ, മോശയേക്കാൾ വലിയവനാണോ ചോദിച്ചു. It's like Reinhard Bonnke is coming. ഒരു വലിയ Reinhard Bonnke is coming. ഒരു വലിയ ബോങ്കെ വരുന്നു. Bonnke is sitting there. ബോങ്കെ അവിടെ ഇരിക്കുന്നു. Preaching in front of Reinhard Bonnke. റെയ്നാർഡ് ബോങ്കയുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന പോലെയാണ്. You know, it is difficult to preach. You know, for me, he is my hero.
ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ബോംഗെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാനിപ്പോ പ്രസംഗിക്കുന്നു. He is my hero. അദ്ദേഹത്തെ ഞാനൊരു ഹീറോ ആയിട്ട് He കണക്കാക്കുന്നു. inspired my life. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വലിയ ആവേശം നൽകി. When I was a young boy, ഞാനൊരു യുവാവായിരുന്നപ്പോൾ somebody gave me a video tape of Reinhard Bonnke. റെയ്നാർഡ് ബോങ്കയുടെ ഒരു വീഡിയോ പ്രസംഗം എനിക്ക് നൽകി. And I was 19-year-old boy at that time. എനിക്ക് ആ സമയത്ത് 19 വയസ്സേ ഉള്ളൂ. Out of the house. ആ വീടിന്റെ പുറത്ത് No food to eat. ആഹാരം കഴിക്കാനില്ലാതെ I wanted to watch the video. ഞാൻ ഈ വീഡിയോ കാണാൻ ആഗ്രഹിച്ചു. I watched it in Bangalore in my friend's house. ഞാൻ എന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ I watched it there. ഞാൻ റെയ്നാർഡ് ബോങ്കയുടെ വീഡിയോ അവിടെ വെച്ചാ കണ്ടത്. And I brought the copy with me. ഞാൻ അതിന്റെ കോപ്പി വീട്ടിൽ Now കൊണ്ടുപോയി. I have no TV, no VCR. എനിക്ക് കാണാനായിട്ട് TV ഇല്ല, Only video tape in my hand. എന്റെ കയ്യിൽ ഒരു വീഡിയോ ടൈപ്പ് മാത്രം. What to do? എന്ത് ചെയ്യും? I used to go to villages to preach in those days. ആ കാലങ്ങളിൽ ഞാൻ ഗ്രാമങ്ങളിൽ പ്രസംഗിക്കാൻ പോകുമായിരുന്നു. And whenever I go to villages, the village people used to give offering 2 rupees, 3 rupees. They used to give me offerings. ഞാൻ ഗ്രാമങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ സ്തോത്ര കാഴ്ച ആളുകളെ 2-3 രൂപയൊക്കെ തരും. I used to gather 50 rupees. അങ്ങനെ പ്രസംഗിച്ച് 50 രൂപ ഉണ്ടാക്കി. And when gathering 50 rupees, 8 days no food. 8 ദിവസം എനിക്ക് കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഈ രൂപ ശേഖരിച്ചു. I take 50 rupees. 50 രൂപ കയ്യിൽ. Hire a VCR. In those days in India, 50 rupees VCR you can hire. 100 rupees TV and VCR. 50 rupees only VCR. നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് VCR ഒക്കെ വാടകയ്ക്ക് എടുക്കാനായിട്ട് അന്ന് 50 രൂപ മതി. Anybody hired VCR TV anywhere? India? Yeah, there are people. So you understand what I'm saying? ഇന്ത്യയിലെ വാടകയ്ക്ക് VCR എടുത്തവർ ഇവിടെ ഇരിപ്പുണ്ട്. So 50 rupees I used to get the VCR. ഒരു VCR വാടകയ്ക്ക് എടുക്കാനായിട്ട് 50 രൂപ വേണം. Morning to night. രാവിലെ മുതൽ രാത്രി വരെ. I used to play the same Bonnke video again. ഞാൻ ചെയ്തതായിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബോങ്കയുടെ വീഡിയോ ആവർത്തിച്ച് രാവിലെ മുതൽ രാത്രി വരെ. Only one message. ഒറ്റ പ്രസംഗം. Harare Fire Conference he preached one message. ഒറ്റ പ്രസംഗമാണ് അദ്ദേഹം ആ കോൺഫറൻസിൽ പ്രസംഗിച്ചത്. That message I'm so by heart Bonnke can sit there and preach better than him. ഇന്ന് രാത്രി ബോങ്ക ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രസംഗിച്ചതിനേക്കാൾ നന്നായിട്ട് എനിക്കും അത് പ്രസംഗിക്കാൻ. I watch it again. ഞാൻ ചെയ്തതായിരിക്കുന്ന കാര്യം ആവർത്തിച്ചത് Crying and crying. കാണുമ്പോൾ കരഞ്ഞു. I saw Brother Bonnke preaching thousands in Africa. ആഫ്രിക്കയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളോട് പ്രസംഗിച്ച ബോങ്ക. I'm watching and crying, a 19-year-old boy sitting and watching and crying with the property of only a bicycle in my hand. എന്റെ കയ്യില് ഞാൻ ഒരു വീഡിയോ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു യൗവനക്കാരൻ. My property was only a cycle. എന്റെ ആകെ കൂടെയുള്ള വാഹനം എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. Only one for alone I used to sit in a friend's house. He had a TV. ആ ഒരു ടിവിയുടെ മുമ്പിൽ ഞാൻ ഇരിക്കുകയാണ്. Black and white, Dianora TV. I don't know, you remember our Dianora TV, black and white. അന്നത്തെ പഴയ company is not there at all now. In those days, India, Dianora. ഡൈനോറ എന്ന് പറഞ്ഞതായിരിക്കുന്ന ടിവിയാ. So I used to sit like this, 19-year-old boy. Watch Bonnke preaching and cry. 19 വയസ്സുള്ളതായിരിക്കുന്ന യുവാവാകുന്ന ഞാന് അതിന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ബോങ്ക പ്രസംഗിക്കുന്നത് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. At that time, ആ സമയത്ത് I heard a whisper in my ear. എന്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്ന പോലെ തോന്നി. Son, you can do it. You can do it. ഇങ്ങനെയായിരുന്നു ആ ശബ്ദം. മകനെ, നിനക്കും അത് ചെയ്യാൻ കഴിയും. I was so shocked. I told my friends, God spoke to me. I can do it. I'm going to preach to thousands of people. ഞാൻ അത്ഭുത സ്തബ്ധനായി തീർന്നിട്ട് എന്റെ സ്നേഹിതന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ശബ്ദം ഞാൻ കേട്ടു, നിനക്കും ഇത് ചെയ്യാൻ കഴിയും. Today I'm living my dream. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാൻ കണ്ടതായിരിക്കുന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ്. So what is the key that made this character possible? ഈ സ്വഭാവത്തിന്റെ രൂപീകരണം അല്ലെങ്കിൽ ഈ കാര്യം സാധിക്കാനായിട്ട് എങ്ങനെ കഴിയും? So Joshua took on the leadership. യോശുവ നേതാവായി. He's looking at the congregation. ഈ കൊടുത്തിരിക്കുന്ന ജനത്തെ അവൻ സൂക്ഷിച്ചു നോക്കി. Joshua had a challenge before him. അവന്റെ മുൻപിൽ ഒരു വെല്ലുവിളി നിൽക്കുകയാണ്. Joshua had a challenge before him. യോശുവയുടെ മുൻപിൽ ഒരു വെല്ലുവിളി. I want you to know Christian life
is a life of challenges. ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയുടെ ജീവിതമാണ്. Hallelujah. 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 Many Christians don't want challenges in their life. പല